ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നെന്ന് വെച്ചാൽ രാത്രി ഡിന്നറിന് വേണ്ടി എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൂരി ഉണ്ടാക്കാൻ ദിയ പറഞ്ഞു. അങ്ങനെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെറൈറ്റി ആയിട്ട് സ്വീറ്റ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് പാത്രം എടുത്ത് കുറച്ച് ഗോതമ്പ് മാവിടാം. പിന്നെ ഉപ്പിടാം. നമ്മൾ എന്തായാലും പഞ്ചസാര ഇടണമെന്ന് അറിയില്ല, അങ്ങനെ പഞ്ചസാര ഇടാം. പിന്നെ അത് വെള്ളം ഒഴിക്കാം. കഴിച്ചതിന് ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കേട്ടോ. അങ്ങനെ എണ്ണ കൂടെ ഒഴിച്ചപ്പോൾ കുറച്ച് സ്മൂത്താവും. അങ്ങനെ ഇത് എണ്ണ ഒഴിച്ച് കുറച്ച് നേരം വെക്കാം, എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി. എണ്ണ നല്ല സ്മൂത്ത് ആവാൻ ദിയക്കുക. ഇതുപോലെ എണ്ണ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വടി പോലെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നേയില്ല. അങ്ങനെയാണ് എണ്ണ സ്മൂത്ത്നെസ് വേണ്ടിയിരുന്നത്. അപ്പോൾ കുറച്ച് കട്ടി കുറയുമ്പോൾ തിന്നാനും എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ നല്ല വലിച്ച് പിടിച്ച് കട്ടി കൂടിപ്പോയാലും പാടാണ്. അപ്പോൾ എണ്ണ കൊണ്ട് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് കൂടുതൽ എണ്ണ യൂസ് ചെയ്യണം ചപ്പാത്തിക്കൊക്കെ. പിന്നെ അത് സ്വീറ്റ് പൂരി എന്ന് പറയുമ്പോൾ ഏകദേശം സ്വീറ്റ് ആയിരിക്കുന്നത് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടു കൊടുത്തത്. അങ്ങനെയാണ് സ്വീറ്റ് പൂരി എന്ന് ഞാൻ പറഞ്ഞത്. കുറച്ച് ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചരിച്ചെടുത്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് പീസാക്കി ഉരുട്ടാന്നാണ് വിചാരിക്കണം. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദിയ പറയുന്നതെന്ന് പറയണേ ഹാപ്പി ബർത്ത്ഡേ തന്നെ കട്ട് ചെയ്യാൻ. ദിയയ്ക്ക് ആകെ അറിയുന്നുള്ള കേക്ക് കട്ട് ചെയ്യണ കാര്യമാണ്. അതുകൊണ്ട് അവൾ പറയുന്നത് ചിരിച്ചുകൊണ്ട് പറയാണ് ഹാപ്പി ബർത്ത്ഡേ കട്ട് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഉണ്ടയാക്കി. അങ്ങനെ എല്ലാം ഉണ്ടാക്കി. അങ്ങനെ എല്ലാം കൂടെ ബോൾസാക്കി ഇനി പരത്തിയെടുക്കാം. പരത്തി ഏകദേശമൊക്കെ ഷേപ്പായി വന്ന്. പിന്നെ സ്വീറ്റ് പൂരി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മധുരം സ്വീറ്റ് ഇട്ട് കൊടുത്ത് ദിയയ്ക്ക്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ സ്വീറ്റ് പൂരി എന്ന് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് സ്വീറ്റ് പൂരി ഉണ്ടാക്കണമെന്ന്. അങ്ങനെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയിൽ പൂരിയാക്കാം. അങ്ങനെ എണ്ണ ഒഴിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയിലോട്ടിട്ടേ ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് വലിയ പൂരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. കൊച്ചു പൂരിയാണെങ്കിൽ ദിയ കഴിക്കൂല. അതുകൊണ്ട് പിന്നെ വലുതായിട്ടുണ്ടാക്കുമ്പോൾ അത്രയും ഫുള്ള് തിന്നും. അതുകൊണ്ട് പിന്നെ വലുതായിട്ട് പരത്തിയെടുത്ത് അതിൻ്റെ ഒരു ചെറിയൊരു എണ്ണ കുറവ് പോലെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, പൊരിച്ചെടുക്കാം. അങ്ങനെ പൂരി ചെയ്താൽ രണ്ട് സൈഡും മറിച്ചിട്ട് ഇതാ പൊരിച്ചെടുത്തു. അങ്ങനെ അവസാന ലുക്കെന്ന് പറയുന്നത് ഇതാണ്. പൂരി ചെയ്താൽ പൊരിഞ്ഞ് വന്നു. രണ്ട് സൈഡും മറിച്ചിട്ട് പൊരിച്ചതിന് ശേഷം ഇതാ എണ്ണ തോരാൻ വെച്ച് ഇതാ എടുക്കുകയാണ്. അങ്ങനെ പൂരി ചെയ്താൽ ഏകദേശമൊക്കെ ആയി. കുറച്ച് ക്രിസ്പി പോലെയൊക്കെ വന്ന്. എന്നാലും ദിയൊക്കെ ഓക്കെ. ഞങ്ങളുടെ ഡിന്നറിൻ്റെ കുട്ടി വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.